മിസ്റ്റർ മോഹൻദാസ്, നിങ്ങൾ ഇതിനോട് യോജിക്കുമോ? കാര്യം ഇത് ഒരുപക്ഷെ ഭാവിയിൽ പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനൊരു സൗകര്യം ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഒരു NGO 11 വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജനിക്കുന്ന കുട്ടി, ഈ 9 മാസം അല്ലെങ്കിൽ 10 മാസം ചുമന്നിട്ട് ജനിക്കുന്ന കുട്ടി, അവർക്ക് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർ സ്വീകരിക്കുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി കാസർഗോഡ് എൻഡോസൾഫാൻ ആ ഒരു ഏരിയയിൽ ഒത്തിരി കുട്ടികൾ ജനിച്ച ഉടനെ അച്ഛന്മാര് ഭാര്യനെയും കുട്ടീനെയും ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വാടക ഗർഭം ധരിച്ച് അവര് അങ്ങനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടിക്ക് കറുത്ത നിറം വന്നു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ കാരണം ഇവര് വിചാരിക്കുന്ന ഒരു നല്ലൊരു രാജകുമാരനെ പോലെയോ രാജകുമാരിനെ പോലെയുള്ള ഒരു കുട്ടീനെ ആയിരിക്കും പ്രതീക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നുള്ളത് സാറിന് പറയാൻ പറ്റുമോ? ഡോക്ടർ പരശുറാം, അങ്ങനെ വന്നാൽ അല്ല, ഐ തിങ്ക് ഇന്നത്തെ ലോയില് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻഡ് ആണ്. അതായത് എങ്ങനെ വന്നാലും ആ കുട്ടീനെ അവർ തന്നെ ഏറ്റെടുത്തിരിക്കണം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പകരം ആരായിരിക്കും ഇത് പറയാനൊക്കെ കൊള്ളാം. ആ കുട്ടീനെ എവിടെയും കൊണ്ടുപോയി ഉപേക്ഷിച്ചാലോ? ഗൗതം, ഇതിൽ നിയമപരമായിട്ടുള്ളൊരു വിശദീകരണമുണ്ട്. ഒരാള് സറഗസി ക്ലിനിക്കിൽ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പേരന്റേജും കസ്റ്റഡിയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടുന്നുണ്ട്. അദ്ദേഹം അത് എടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് സറഗസി പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ കസ്റ്റഡി അല്ലെ പേരന്റേജ് എന്നുള്ള ഇഷ്യൂ അവിടെ റിസോൾവ് ആണ്. അൺബോൺ ചൈൽഡിന്റെ കസ്റ്റഡി ഓൾറെഡി ഇന്റൻഡിങ് പേരൻസ്, അതായത് ഇതൊക്കെ നിയമപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ, ഈ കുട്ടീനെ പിന്നീട് സ്വന്തം കുട്ടീനെ പോലെ വളർത്താതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിയമപരമായിട്ട് എന്തായാലും സ്വീകരിച്ചു കഴിഞ്ഞു, കുട്ടീനെ സ്വന്തം വീട്ടിൽ വളർത്തുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് അവരെ എൻ്റെ കുട്ടിയല്ല, എവിടെയും ആൾക്കാരുടെ മുമ്പിലും എൻ്റെ കുട്ടിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ ആ കുട്ടിയുടെ ബാല്യം പോയില്ലേ?